ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കാനഡയിലെ ഒരു ട്രക്ക് പാസിംഗ് ആണ്. എൻ്റെ മുന്നിൽ ഒരു ട്രക്ക് ഉണ്ട്, ഞാൻ അതിനെ പാസ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ ന്യൂ ബ്രൂൺസ്വിക്കിലെ ഒരു നാഷണൽ ഹൈവേയിലാണുള്ളത്. ഇപ്പം ഞാൻ ആ ട്രക്ക് പാസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ലൈൻ ചേഞ്ച് ചെയ്യണം. ആക്ച്വലി ട്രക്ക് പോകുന്നത് ഞാൻ പോകുന്ന അതേ സെയിം ലൈനിലാണ്. സോ ഞാനിപ്പോൾ ലൈൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലൈൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേൻ്റെ സ്പീഡ് ലിമിറ്റ് 110 110 km/h. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് 110. സോ നമ്മൾ ട്രക്ക് പാസ് ചെയ്യുമ്പം നമുക്ക് 120 130 വരെ നമുക്ക് സ്പീഡ് എടുക്കാം. അതായത് ഒരു വണ്ടിനെ പാസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഈ റോഡിന് വേറെ ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് തോന്നും പോലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇവിടുത്തെ സ്പീഡ് 110 ആണെങ്കിൽ മാക്സിമം 120, മിനിമം 100. അതായത് 10 കിലോമീറ്റർ കൂടുതലോ അല്ലെങ്കിൽ 10 കിലോമീറ്റർ കുറവോ, അതാണ് ഇവിടുത്തത്. അതിൽ കുറയോ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അതാണ് ഇവിടുത്തെ ഒരു റൂള്. അതായത് മറ്റുള്ള വണ്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. അതാണ്. ഇപ്പം ഞാൻ ഈ ട്രക്ക് അത്യാവശ്യം നല്ല വലിയ ട്രക്കായിരുന്നു. ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞു. ഒറ്റയടിക്ക് എനിക്ക് പിന്നെ ഇങ്ങോട്ട് മാറാൻ പറ്റില്ല. ഏകദേശം ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ആ വണ്ടിയായിട്ട് കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് അത് വലിയൊരു ട്രക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ചെയ്തിട്ടേ എനിക്ക് ലൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ മുന്നിൽ വേറൊരു ട്രക്ക് കൂടി ഉണ്ട്. ഞാൻ അതിനെയും കൂടി പാസ് ചെയ്തിട്ടേ ലൈൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെയൊക്കെ റോഡ് ക്ലിയറൻസ് പാസ് ചെയ്യണമെങ്കിൽ